വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം എന്റെ മനസമാധാനം നശിപ്പിക്കാൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്നത് വിടുവോ ഞാൻ? അല്ലേ എന്റെ അടുത്ത് അവിടെ വേഷം കെട്ടേ വിടില്ല ഞാൻ. അവിടെ ഇരി. കണ്ടോ ഇറയനടിക്കുന്ന ചൂല് കൊണ്ടെന്ന് വെച്ചിരിക്കുന്ന കണ്ടോ? ഇതിനൊക്കെ എന്തെന്നാ പറയുക? വന്ന് വന്ന് അവളുടെ ഭരണം എന്റെ അടുത്തേ നടക്കില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഓരോ ആഗ്രഹവും ഇവിടെ നടക്കില്ലടി. എന്റെ എന്താഗ്രഹം നടക്കില്ലെന്ന് അമ്മയ്ക്കിടന്ന് പറയണേ. എല്ലാവരെയും അടക്കി അങ്ങ് ഭരിക്കാന്നുള്ള നിന്റെ ആഗ്രഹം. ഓ ദേ അമ്മേ, നാക്കിനെല്ലാന്ന് എറിഞ്ഞ് വായി തോന്നിയതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല. വിളിച്ചു പറഞ്ഞാ നീ എന്നെ എന്തോ ചെയ്യൂടി? എടി ഈ വീട്ടിലോ ഒരെണ്ണം എന്നോട് എതിർത്ത് പറയില്ല, അറിയോടി നിനക്ക്? ആ അതാ കാര്യം. അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തിരുത്തിരുന്നെങ്കിലേ ഇത്ര കമ്മ വഷളാവൂലായിരുന്നു. കണ്ടോ കണ്ടോ അവിടെ വർത്താനം കേട്ടില്ലേ? എന്റെ കൊച്ചുരേശേ, നീ ഒന്നും മിണ്ടാതിരി. നിങ്ങൾ ആദ്യം മിണ്ടാതിരി, എന്നിട്ട് അവള് പറഞ്ഞത് കേട്ടോന്ന് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എന്ത് പറഞ്ഞു? എന്നെ ഈ വീട്ടിലെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞ് തിരുത്തേണ്ടതായിരുന്നെന്ന്. അങ്ങനെയാണോ കൊച്ചുരേശേ മോള് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലേ പിന്നെ എന്താന്നാണ് കൊച്ചുരേശയെ പറഞ്ഞതിന്റെ അർത്ഥം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ദേ ഈ മൂദേവിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നോണ്ടല്ലോ. ഈ കൊച്ചുരേശയായ അറിയാലോ. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. പ്രഭാഷകൻ 28-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഒരക്ഷരം മിണ്ടാതെ അപ്പുറത്തെങ്ങാനും പോയിരുന്നോണം. അപ്പച്ച അപ്പച്ചനൊന്നും പറയണ്ട, ഇത് എത്ര പറഞ്ഞാലും ശരിയാവില്ല. എന്തേ ഒന്നും മിണ്ടാത്തെ? അവളെ കപ്പച്ച ഒന്നും മിണ്ടല്ലേന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങളെ മുണ്ടാട്ടം മുട്ടിപ്പോയോ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്റെ കണ്ണില് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത സത്യം. എന്ത് സത്യം? ഇവള് മിണ്ടല്ലേന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ? ഇവള് വരച്ച വര നിർത്താൻ നിങ്ങൾ ഇവിടെ കെട്ടിയാനൊന്നും അല്ലല്ലോ, മോന്റെ ഭാര്യയല്ലേ. പിന്നെ നീ എന്റെ കെട്ടിയാനെ പറഞ്ഞ് അനുസരിപ്പിക്കാൻ വരണ്ട. നീ മര്യാദക്കാണെങ്കി ഞാനും മര്യാദക്ക, അല്ലെങ്കിൽ ഒരക്ഷരം നീ മിണ്ടിയ കേറിപ്പൊടിയാത്ത. അല്ലേ പറഞ്ഞപ്പോ തന്നെ അവള് പോയോ? ഇവളാ ഞാനും. നീ അവിടെ നിന്നേ, നീ എങ്ങനെ പോണത്? എവിടെ പോയി? ആഹാ ഗുഹയെ കയറി നീ വാതിലടച്ചല്ലേ? അവിടെ വിളച്ചില്ല എന്റെ അടുത്തേ. നീ അതിനകത്ത് തന്നെ ഇരിക്കൂലല്ലോ, പുറത്തേക്ക് ഇറങ്ങടി. ബാക്കി ഞാൻ അപ്പൊ തരാം. എന്നെ പഠിച്ച് കൂട്ടിക്കേറി വാതിലടച്ചിരിക്ക. ഇറങ്ങി വരൂലോ എപ്പോഴെങ്കിലും. നീ എന്തിനാ ത്രേശേ തൊട്ടേനും പിടിച്ചതിനെല്ലാം മോളുടെ മെക്കിട്ട് കയറുന്നേ? ഞാൻ പറയുന്നതിലാണോ കുഴപ്പം? അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല. മോൾ അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് നിനക്ക് അതൊക്കെ ഒന്ന് കണ്ണടച്ചുകൂടെ? അല്ലെങ്കിൽ സ്നേഹത്തോടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓ മോള് മോള് മോള്, നിങ്ങൾ ഇങ്ങനെ മോളെന്നും പറഞ്ഞ് തലയെ കയറ്റി വെച്ചിട്ടാ പെണ്ണിന് ഇത്ര നെളിപ്പ്. മരുമക്കളെ മരുമക്കളുടെ സ്ഥാനത്ത് തന്നെ നിർത്തണം. അത് ശരി, ഇപ്പൊ കുറ്റം എന്റേതായോ? ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആഹാ, അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനാണെന്നല്ലേ? എന്റെ ത്രേസ്യേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിലേ നിങ്ങൾ എന്ന് അവളെ ഉപദേശിക്ക്. അത് ഇന്നലെ വന്നൊരു കൊച്ചല്ലേ ത്രേസ്യേ, ഇവിടുത്തെ കാര്യങ്ങൾക്കായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ചിലത് കണ്ടില്ലെന്ന് അടിക്കുന്നതല്ലേ. അതിനെ വേറെ ആളെ നോക്കണം. കണ്ണിന് മുന്നിൽ തെറ്റ് കണ്ട
അതിപ്പോ മോളായാലും മോനായാലും ഈ പറയുന്ന എന്റെ കെട്ടിയോനായാലും ശരി, കണ്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ ഈ ത്രേസ്യയ്ക്ക് പറ്റില്ല. തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും, ചിലപ്പോ രണ്ട് പൊട്ടിച്ചെന്നും വരും. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോട് കൂടെ ജീവിക്കുന്നത്. പ്രഭാഷകൻ 25-ാം അധ്യായം 20-ാം വാക്യം. അല്ലേ? അല്ല, നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നലെ വന്ന വച്ചെന്നോ? അവളെ എന്റെ മോൻ ഈ കുടുംബത്ത് കെട്ടിക്കൊണ്ട് വന്നിട്ടേ കൊല്ലം 2 എന്നിട്ടിപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഇന്നലെ വന്ന വച്ച്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു കയറുമ്പോഴേ നിങ്ങളുടെ അമ്മ എന്നോട് കാണിച്ചിരുന്നില്ലേ? അതിന്റെ പകുതി പോലും ഞാൻ ഇവളോട് കാണിക്കുന്നില്ലല്ലോ. കല്യാണത്തിന്റെ വിരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ അമ്മ. അന്ന് ഈ കുടുംബത്തിലുള്ള സകലതുങ്ങളുടെയും തുണിയാ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അലക്കിപ്പിച്ചത്. എന്നിട്ട് അന്നൊക്കെ ഞാൻ നിങ്ങളുടെ അമ്മയോട് ഇതുപോലെ പെരുമാറിയിട്ടുണ്ടോ? അന്ന് നീ പെരുമാറിയിട്ടില്ല. പക്ഷെ ആ പേരും പറഞ്ഞ് നീ ഇന്ന് വരെ എനിക്ക് മനസ്സമാനം തന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ പോയാ അത് തന്നെയല്ലേ മോള് നാളെ നമ്മുടെ മോനോടും കാണിക്കുള്ളൂ. എന്തിനാ ത്രേസ്യേ വെറുതെ അവരുടെ മനസ്സമാനം കളയുന്നത്? ആഹാ, ഞാൻ നിങ്ങളോട് കാണിക്കുന്ന പോലെ അവൾ എന്റെ മോനോട് കാണിച്ചാലേ കൊന്നുകളയും ഞാൻ. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? സത്യത്തില് നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ? ദേ, ഭ്രാന്ത് എനിക്കല്ല, അകത്തിരിക്കുന്ന ആ ജന്തുവിനാ. എടി, നീ ഇത്രയ്ക്ക് ബഹളം വയ്ക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? നിങ്ങൾ അടുക്കളയിലോട്ട് നീ ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച ഒരൊറ്റ പാത്രം പോലും ഞാൻ നേരത്തെ ചെന്ന് നോക്കുമ്പോ അവള് കഴുകിയിട്ടില്ല. ഒരു ദിവസവും ഞാൻ നേരത്തെ ഒന്ന് കിടന്നുറങ്ങിയാണ്ടല്ലോ, അന്ന് പിന്നെ ഒരു പണി അവള് ചെയ്യത്തില്ല. ഈ നിസ്സാര കാര്യത്തിനാണോ ഈ ബഹളം മുഴുവൻ നീ ഉണ്ടാക്കിയത്? നീ നേരത്തെ നോക്കിയേ. നീ ഇപ്പൊ എന്ത് ചെന്ന് നോക്കിയാ കഴുകിയിട്ടുണ്ടോന്ന്? നീ അതിന്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലേലും അവള് തന്നെയല്ലേ കഴുകേണ്ടത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. അതുമാത്രമല്ല, ഇന്നലെ രാത്രി അവൾ ഉണ്ടാക്കിയത് വല്ലതും വായി വെക്കാൻ കൊള്ളുമായിരുന്നോ? ഉപ്പുമില്ല, പുളിയില്ല, ആർക്കോ വേണ്ടി അങ്ങ് ഉണ്ടാക്കുന്ന പോലെ. അതെങ്ങനെയാ? കൊണ്ടെന്ന് വെക്കുമ്പം തന്നെ നല്ലതാണ് വാളെ, നല്ല രുചിയുണ്ട് വാളെ എന്ന് പറഞ്ഞ വാരി വലിച്ചങ്ങ് തിന്നുകല്ലേ. ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി തിന്നണം. അല്ല, അല്ലെങ്കിലും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കുടുംബത്തിന്ന് പഠിപ്പിച്ചു വിടണം. ഒരു ദിവസം നമ്മൾ അവിടെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ അമ്മയൊരു ചായ തന്നോ ഓർക്കുന്നുണ്ടോ? ഒരു വാട്ടച്ചായ. ഞാൻ ഉണ്ടാക്കുന്നതിന്റെ അടുത്ത് വരുവോ? എന്തേ, താഴെ വല്ലതും പോയോ? താഴോട്ട് നോക്കി നിൽക്കുന്നു. ഞാനവിടെ അമ്മയുടെ കൈപുണ്യത്തെ കുറിച്ചാ പറഞ്ഞത്. ആ കുണം തന്നെയല്ലേ ഈ മോക്കം കിട്ടുള്ളൂ. നീ പറയണ കുഴപ്പമൊന്നും ഇന്നലെ മോളുണ്ടാക്കിയ ഭക്ഷണത്തിന് എനിക്ക് തോന്നിയില്ല. ഇനി അങ്ങനെ ഉണ്ടായിരുന്നു തന്നെ ഇന്നലെ രാത്രി പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞേനെ, പക്ഷേ എന്റെ മോൻ ഇവിടെ ഉണ്ടായിപ്പോയി. പാവം എന്റെ മോൻ രാവിലെ ഒരു വക കഴിക്കാതെ ഇറങ്ങിപ്പോയത്. രാവിലെ മോൾ അവന് പുട്ടും കടലയും ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, അവൻ അത് കഴിക്കുന്നത് ഞാൻ കണ്ടതാ. അവന് കൊടുത്തോണ്ടായോ? അവൾ നിങ്ങൾക്കൊരു ചായ തന്നോ? എനിക്ക് ചായ തന്നു, പുട്ടും തന്നു, കടലയും തന്നു. അപ്പൊ അവൾ എന്നെ മാത്രമാണല്ലേ ഒറ്റപ്പെടുത്തിയത്? കണ്ടോ കണ്ടോ? അതിന് നീ ആ സമയത്ത് പോത്തുപോലെ കിടന്നുറങ്ങാലായിരുന്നു. എന്തിനാ ത്രേസ്യേ ഓരോരോ കുറ്റങ്ങൾ ഉണ്ടാക്കി പറയുന്നേ? ആഹാ, അപ്പൊ ഞാൻ നുണച്ചാണെന്നല്ലേ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യാൻ കർത്താവ്? ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. മാറങ്ങോട്ട് എന്റെ കർത്താവേ. എന്താ പ്രശ്നം? അങ്ങോട്ട് നീ തന്നെ അടിയൊക്കത്തിനും കാരണം. എന്തിനാ കരയുന്നത്? കാരണം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് വയ്യായേ എന്റെ കർത്താവേ. നീ അകത്ത് കയറി പോ. നിനക്ക് എവിടെയാ സമാധാനം കിട്ടണെന്ന് വെച്ചാ അവിടെ പോയിരി. ഞാനും പോവാ എന്റെ വഴിക്ക്.
മോന് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. എന്തൊക്കെയോ പൊട്ടലും ചീറ്റിലും ഓടേണ്ടെന്ന് അളിയൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ അപ്പച്ചൻ പറയുമ്പോഴാ കാര്യങ്ങളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാവുന്നത്. അതാ മോനെ ഞാൻ അവനോട് പറഞ്ഞത് വേറൊരു വീടെടുത്ത് മാറാൻ. പക്ഷെ അവൻ അത് കൂട്ടാക്കുന്നില്ല. മോൻ പറഞ്ഞ അവൻ അനുസരിക്കും. ഞാൻ പറയുന്നത് അവർക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. അപ്പച്ചൻ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അളിയന്റെ തീരുമാനമാണ് ശരിയെന്ന്. എന്താന്ന് വെച്ചാ എടുത്തു ചാടിയെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഇപ്പൊ അവരോടൊന്ന് താമസം മാറിയാൽ പിന്നീട് ആലോചിക്കുമ്പോൾ അതൊരു പക്ഷെ ഒരു തെറ്റായിട്ട് തോന്നും. കാരണം അമ്മച്ചി അങ്ങനെയൊക്കെ പറയുന്നതിലൊരിക്കലും നമുക്ക് അമ്മച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല. മക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹം മറ്റൊരാൾ കൂടി പങ്കിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയും ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് വരും. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ അവരെ ഉപേക്ഷിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. കൂടെ നിന്ന് സ്നേഹം കൊണ്ട് അവരെ മാറ്റിയെടുക്കണം. എൻ്റെ പെങ്ങൾക്ക് അതിന് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിനുവേണ്ടി ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും അവൾക്ക് സാധിക്കും. മക്കളെ, നിങ്ങളുടെയൊക്കെ നല്ല മനസ്സ് മനസ്സിലാക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ലല്ലോ. ആ എങ്കിൽ പിന്നെ അപ്പച്ചൻ ചെല്ലട്ടെ മക്കളെ. ശരി അപ്പച്ചൻ. അമ്മച്ചി ഇനിയെങ്കിലും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേട്ടാ. സഖി കേട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവും. നീയും കൂടി അമ്മച്ചിയെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയ എങ്ങനെയാ മേഴ്സി? അമ്മച്ചി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മൾ എതിർത്ത് പറയുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും അതിനൊരു പരിഹാരമേ അല്ല. നമ്മൾ കുറെ കൂടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറണം. എന്ന് വെച്ചാ അമ്മച്ചി എന്തൊക്കെ പറഞ്ഞാലും എതിർത്തൊന്നും പറയാതെ എല്ലാം കണ്ടും കേട്ടും സഹിക്കണമെന്നാണോ? അങ്ങനെയല്ല പറഞ്ഞത്. കുറെ കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നെ കൊണ്ട് ഇപ്പോ പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിക്കുന്നുണ്ട് ചേട്ടാ. പക്ഷേ ഞാൻ താഴ്ന്നു കൊടുക്കും തോറും അമ്മച്ചി കൂടുതൽ എന്റെ തലേ കയറുക. അമ്മച്ചിയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി മേഴ്സി. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് അമ്മച്ചിയെ തല്ലാനോ വഴക്കു പറയാനോ പറ്റുമോ? പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നല്ലേ ഉള്ളൂ. എന്നാ അമ്മച്ചി അതൊന്നും ചെവിക്കൊള്ളേയില്ല. അതാ ചേട്ടാ ഞാൻ പറഞ്ഞത്, നമുക്ക് എത്രയും വേഗം വേറെ വീടെടുത്ത് മാറാന്ന്. അങ്ങനെ നമ്മൾ മാറിയാ എങ്ങനെ ശരിയാക്കാനാ? ചേട്ടനും ചേട്ടത്തിയും താമസം മാറിയതിന് പിന്നാലെ നമ്മളും കൂടി പോയി കഴിഞ്ഞാ പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും കൂട്ടിനാരും ഇല്ലാണ്ടാവില്ലേ? ആ വിചാരം പക്ഷേ അമ്മച്ചിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? എന്നാലും അത് ശരിയാവില്ല. അപ്പച്ചന്റെ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. പാവം ഈ ബഹളത്തിന്റെ ഇടയിൽ കിടന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നീ അമ്മച്ചിയോട് കുറെ കൂടി സ്നേഹത്തിൽ പെരുമാറണം. അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഇതിനൊരു പോംവഴി. സ്നേഹത്തോടെ പെരുമാറാൻ എനിക്ക് ആഗ്രഹമില്ലെന്നാണോ ചേട്ടന്റെ വിചാരം? എന്നെ കാണുമ്പോഴേ അമ്മച്ചി കടിച്ചേറാൻ വരും. അപ്പൊ എനിക്കും ദേഷ്യം വരും. അതിനിടയിൽ ഞാൻ എങ്ങനെയാ സ്നേഹം കാണിക്കാം? അവിടെയാ കുഴപ്പം. നിനക്ക് എത്രയൊക്കെ ദേഷ്യം വന്നാലും നീ അമ്മച്ചിയോട് മറുത്തൊരക്ഷരം മിണ്ടാൻ നിൽക്കണ്ട. അമ്മച്ചി പറയുന്നതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുക. രണ്ടു കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാകൂ. നീ തിരിച്ചൊന്നും പറയാതാകുമ്പോ അമ്മച്ചി താനെ മിണ്ടാതിരുന്നോളും. ദേ, എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്തേ പറ്റൂ. ഞാൻ ശ്രമിക്കാൻ ചേട്ടാ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. 1 പത്രോസ് 3-ാം അധ്യായം 1-ാം വാക്യം. നീ വാ. മേഴ്സി, ആ നീ ഇതുവരെ റെഡി ആയില്ലേ? സമയം ഇപ്പൊ തന്നെ വൈകി. ഞാൻ റെഡിയായി ചേട്ടാ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ട് വരാം. ആ ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കാം.
അമ്മച്ചി, എന്താ? ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. അപ്പച്ച ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, എങ്ങോട്ടാണാവോ ഒരുങ്ങി ചമഞ്ഞ? ഹാ, എന്താ അമ്മ ഇത്? ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞല്ലേ എന്റെ കൂട്ടുകാരന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഓ, ഞാൻ വിചാരിച്ച നീ മാത്രമേ പോകുന്നുള്ളൂ. ഇതിനൊക്കെ രണ്ടുപേരും കൂടെ കെട്ടിയിറങ്ങി പോകേണ്ട കാര്യമുണ്ടോ? അല്ലെ പിന്നെ ഞാൻ ഈ തുണി മുഴുവൻ നനച്ചു വെക്കുവോ? എന്നെ കൊണ്ട് ഇത് മുഴുവൻ കഴുകാൻ പറ്റുമോ? നീ ഇത് എന്ത് വർത്താന ത്രേസ്യായി പറയുന്നേ? അവരെടുത്ത് ഇറങ്ങുമ്പോഴാണോ തുണി അലക്കുന്ന കാര്യം പറയുന്നേ? ദേ മനുഷ്യ, വെറുതെ എന്റെ വാലിരിക്കുന്ന വല്ലതും കേൾക്കാൻ നിൽക്കരുത്. ഈ കണ്ട തുണി മുഴുവൻ കഴുകി എനിക്ക് എന്തെങ്കിലും വന്നു പോയിട്ട് ഞാൻ കുറച്ചു ദിവസം കിടപ്പിലായ നിങ്ങക്കെന്താ അല്ലേ? ചേട്ടാ, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിറങ്ങാം. ശരി അമ്മേ, ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം. ഓ, ഈ സാരി തന്നെ ഉടുത്തോണ്ട് ഇപ്പൊ അലക്കിയാ എന്താ? കല്ലില് ഓടി ഇത്തിരി പതുക്കെ അലക്ക. അലക്കുമ്പോ ഇത്തിരി വെള്ളമൊക്കെ തെറിച്ചെന്നിരിക്കും. അങ്ങോട്ട് അലക്കടി. അങ്ങ് അലക്ക അങ്ങോട്ട്. മര്യാദക്ക് അലക്കടി അങ്ങോട്ടോ. ഒന്ന് വേഗം ആട്ടി. കല്ലിരുന്നോര് സോപ്പിരുന്നോരെന്ന് പറഞ്ഞോ. വിഷമമെല്ലാം തോന്നുന്നുണ്ടാ? ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാനൊരു ചായ എടുക്കട്ടെ ചേട്ടാ? വേണ്ട. ആ പിന്നെ ചേട്ടാ, ഇപ്പൊ അവള് വരച്ച വരെ വന്നത് കണ്ടോ? ഇതിനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. ശകലം ഒന്ന് നമ്മൾ താന്നു കൊടുത്താലേ ഇവളൊക്കെ തോളിക്കേറത് ചെവി തിന്നുന്നേനാ. പക്ഷെ ഇന്ന് നീ ചെയ്ത് കുറച്ച് ക്രൂരായി പോയി. എന്ത് ക്രൂരത? ഒരു ക്രൂരതയില്ല. മുമ്പ് ഞാൻ എന്തു പറഞ്ഞാലും തർക്കുത്തരം പറയുമായിരുന്നല്ലോ അവള്. ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ അനുസരിക്കും. അതെന്തുകൊണ്ടാ? ഞാനിങ്ങനെ തണ്ടം പടിക്ക് മുണ്ടം പടിയായിട്ട് നിക്കുന്നോണ്ടാ. ദിവസവും പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ. അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ്. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 15-ാം വാക്യം. എന്നാലും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഈ കള്ളിയെ. എല്ലാം അനുസരിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് എനിക്കെതിരെ എന്തു കുരുത്തക്കേട് ഒപ്പിക്കാനാന്നാ? അല്ല, എന്റെ ഒരു കണ്ണ് എന്നും അവക്ക് നേരെ ഉണ്ട്. ഒരു കളി എന്റെ അടുത്ത് നടക്കില്ല. മനുഷ്യൻ ഇങ്ങനെ മനസാക്ഷിയില്ലാതാവോ? ഒരു മിണ്ടപ്രാണിയെ പോലെ നിന്റെ ആട്ടും പരട്ടും എല്ലാം കേട്ട് ഒതുങ്ങിക്കൂടിയ ആ പെങ്കൊച്ച് നിന്നോട് പ്രതികരിക്കാതെ മനസ്സ് വിഷമിക്കുമ്പോൾ നീ ഒന്നും ഓർക്കണം. ഇതെല്ലാം മുകളിൽ ഒരാള് കാണുന്നുണ്ടെന്ന്. നിനക്കതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നാൽ അത് ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്തിനാണ് ഈ വെറുതെ ആ ശാപം വലിച്ച് തലേ കയറ്റുന്നത്? ഇനി നീ കുരുത്തം കെട്ട സ്വഭാവം തുടർന്നാൽ ഈ കുടുംബത്തെ ഞാൻ ഉണ്ടാവില്ല. നീ ഇനി എന്ന് നന്നാകുന്നുവോ അന്നേ ഞാൻ കുടുംബത്തെ കാലുവെത്തു. ഇത് ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല, സഹി കെട്ടി ചെയ്തു പോയതാ. ഞാൻ ഈ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇത്രയെങ്കിലും ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ ദാ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. അമ്മേ,
എന്താമ്മ വാതിലൊക്കെ തുറന്നിട്ട് ലൈറ്റ് ഒന്നും ഇടാതെ ഇരുട്ടത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? മേഴ്സി, നീ ആ ലൈറ്റ് ഒന്നിട്ടെ. അല്ല, അപ്പച്ചൻ എന്ത് ചെയ്യമ്മേ? നിങ്ങൾ രാവിലെ പോയതിന്റെ പിന്നാലെ ഇറങ്ങിയത് അപ്പച്ചൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അല്ല, അപ്പച്ചൻ എവിടെ പോയതാ? പതിവില്ലാത്താണല്ലോ ഈ പോക്ക്. എന്നോട് വഴക്കിട്ടാ മോനെ പോയത്. പാവം, ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. വഴക്കിട്ടോ? എന്തിന്? അമ്മ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയേ. ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ മോനെ അപ്പച്ചൻ പോയത്. അമ്മ ഇതെന്തേ പറയുന്നേ? അപ്പച്ചൻ അങ്ങനെ വരാതിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പച്ചൻ വല്ല തമാശയും പറഞ്ഞായിരിക്കും. ഇല്ലടാ, അപ്പച്ചന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ച പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അത് മാറ്റത്തില്ല. അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കല്ലേ. അത് അപ്പച്ചൻ അന്നേരത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. വരാതിരിക്കേ. ഇല്ല മോനെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും വൈകുന്നതിന് മുമ്പ് അപ്പച്ചൻ തിരിച്ചു വന്നേനെ. അമ്മച്ചി ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മേഴ്സി, നീ അമ്മച്ചി ഒന്ന് നോക്കിക്കോ. അമ്മച്ചി വിഷമിക്കണ്ട. അപ്പച്ചനെയും കൂട്ടി ചേട്ടൻ ഉടനെ ഇങ്ങ് വരും. മോളെ, നിന്നെ ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ. ഈ അമ്മച്ചിയോട് ക്ഷമിക്കും മോളെ. എന്റെ ഈ ചേർത്താൻ പിടിച്ച സ്വഭാവം മൂലമാ നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാതായത്. ഞാൻ നാളെ മുതലൊരു ധ്യാനം കൂടാൻ പോവുക. ധ്യാനം കൂടി കുമ്പസാരിച്ച് കഴിയുമ്പോ എന്നെ മാറ്റം വരും മോളെ. അതിന് എന്റെ മോൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. അമ്മച്ചി, അമ്മച്ചി, മേഴ്സി, മേഴ്സി, അമ്മച്ചി, ഞാൻ ദാ വഴിയിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ അപ്പച്ചനും എത്തി. ചേട്ടാ, ഒന്നും നീ പറയണ്ട, എല്ലാം ഞാൻ കേട്ടു. നാളെ ധ്യാനത്തിന് പോകുന്നത് നമ്മൾ ഒരുമിച്ചാ. എന്തേ? ആ, വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ